Hello students, welcome back to Plus 1 Economics Online Classroom. Previous class Indian economy അഞ്ചാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ മനുഷ്യ മൂലധന സ്വരൂപീകരണം ഇന്ത്യയിൽ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടും അതുപോലെ അവസാനത്തെ പാർട്ടുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് മനുഷ്യ മൂലധനം, അതുപോലെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്താണ്, ഇവയെല്ലാം ഡിസ്കസ് ചെയ്തു. അതുപോലെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ സാമ്യതകളും ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമായിരുന്നു ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, മനുഷ്യ മൂലധനവും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും അവ തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ മൂലധനവും മാനവിക വികസനവും തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇത്രയും ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും നിരന്തരം ചോദിക്കുന്ന ഭാഗങ്ങൾ കൂടെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. 2 മാർക്കിനും അതുപോലെ എസ്സേ ആയിട്ട് ചോദിക്കുന്ന 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊരു ടോപ്പിക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. മറ്റൊരു ടോപ്പിക്ക് എസ്സേ ആയിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 2 സ്ഥാപനങ്ങളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം NCERT, അതിൽ കാണാം നിങ്ങൾക്ക് പബ്ലിക്കേഷൻ, NCERTയുടെ പബ്ലിക്കേഷനാണ്. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് NCERT ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചോദ്യമാണെന്ത്, ഇതിൻ്റെ ഷോർട്ട് നെയിം നിങ്ങൾക്ക് തരും, അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിക്കും. അതായത് ഈ അബ്രിവേഷൻ തരും NCERT, അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് 1 വേർഡ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതിൻ്റെ ഷോർട്ട് രൂപമാണ് NCERT. ഇതാണ് ഒന്നാമത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നിയന്ത്രക സ്ഥാപനം. രണ്ടാമത്തെ സ്ഥാപനമാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, UGC. ആൻഡ് തേർഡ് വൺ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. എന്താണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, AICTE. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളാണ് എഡ്യൂക്കേഷൻ സെക്ടറിലെ റെഗുലേറ്ററി ബോഡീസ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന 3 നിയന്ത്രക സ്ഥാപനങ്ങളാണ്. ഒന്ന് NCERTയും UGC, ദെൻ AICTE. കൃത്യമായിട്ട് ഓർത്തു വെക്കണം, ഓരോന്നിൻ്റെയും ഷോർട്ട് രൂപം തരും, അതിൻ്റെ പൂർണ്ണരൂപം എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഫൈൻഡ് ഔട്ട് ദി ഓഡ് 1 ആയിട്ട് വരാറുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻഡ് ഔട്ട് ദി ഓഡ് 1 ആയിട്ടും ചോദിക്കാറുണ്ട്. പല രീതിയിൽ ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. രണ്ടാമത്തേത് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആരോഗ്യ മേഖല, അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. അതായത് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഓർത്തു വെക്കണം ICMR അല്ലേ. ഇപ്പം നിങ്ങൾ ഒരുപാട് തവണ കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു COVID-19 സിറ്റുവേഷനിലെല്ലാം ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണെന്ത്, ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഓക്കെ, അപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ ഒരു റെഗുലേറ്ററി ബോഡിയാണ് ICMR. സെക്കൻഡ് വൺ നഴ്സിംഗ് കൗൺസിൽ. ഓക്കെ, തേർഡ് വൺ ഫാർമസി കൗൺസിൽ. ഇത്രയാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്,
റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനങ്ങൾ, അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ NCERT, UGC, AICTE ഇത് മൂന്നുമാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ. ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ ഇവ മൂന്നുമാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നിയന്ത്രണ സ്ഥാപനങ്ങളാണ് ഇവ മൂന്നും. ഓക്കെ, ഓർത്തു വെക്കണം. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന പാർട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്, വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്ന ഒരു നിയമം 2009 ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കി. In December 2009, the Government of India enacted the Right of Education Act to make free education a fundamental right to all children in the age group 6 to 14. ഓർത്തു വെക്കണം, 2009 എന്ന വർഷം ഓർത്തു വെക്കണം. അതുപോലെ 6 വയസ്സിനും 14 വയസ്സിനും ആ ഒരു ഏജ് ലിമിറ്റ് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായിട്ട് മാറ്റുന്ന നിയമം 2009 ഡിസംബറിലാണ് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയത്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചാലഞ്ചസ് ഫോർ ദി ഫ്യൂച്ചർ. അതായത് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എഡ്യൂക്കേഷൻ സെക്ടർ, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വെല്ലുവിളികൾ ചോദിക്കാറുണ്ട്. അതൊരു എസ്സേ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ച് പഠിക്കണം. ഫസ്റ്റ് പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ദി ചാലഞ്ചസ് ആർ ഗിവൺ ബിലോ. അതായത് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഭാവിയിലെ വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം. സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം. എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇസ് എ സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഇനിയും ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ഇന്ത്യ സ്റ്റിൽ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ്സ്. ഇന്ത്യയിൽ ഇപ്പോഴും വളരെയധികം എന്തുണ്ട്, നിരക്ഷരരുണ്ട്. എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ നിരവധി ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലിറ്ററസി ലെവൽ ഓഫ് 68% മീൻസ് ഇല്ലിറ്ററസി ലെവൽ ഓഫ് 32%. 68% സാക്ഷരത എന്ന് പറഞ്ഞാൽ 32% നിരക്ഷരത എന്നാണ് അർത്ഥം. അതായത് 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 68 പേർക്കും എന്താണ്, എഴുതാനും വായിക്കാനും അറിയാം, ദയർ ലിറ്ററേറ്റ് ആണ്, അല്ലേ, സാക്ഷരത നേടിയ ആളുകളാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു വശം എന്താണ്, ഇൻ ഓപ്പോസിറ്റ് സൈഡ് 32% അല്ലേ, 32 ആളുകൾ എന്താണ്, അതിലിപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്ത ഇല്ലിറ്ററേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നിരക്ഷരാണെന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ചലഞ്ചാണ് ജെൻഡർ ഇക്വിറ്റി ബെറ്റർ ദാൻ ബിഫോർ, ലിംഗ അസമത്വം മുമ്പത്തേക്കാൾ മെച്ചം. ജെൻഡർ ഡിസ്പാരിറ്റീസ് ആർ ഗ്ലെയറിംഗ്. അതായത് വിദ്യാഭ്യാസ രംഗത്ത് ലിംഗഭേദം രൂക്ഷമാണ്. വൈൽ മെയിൽ ലിറ്ററസി ഈസ് 68.4, ഫീമെയിൽ ലിറ്ററസി ഈസ് ഓൺലി 45.4. പുരുഷ സാക്ഷരത 68.4% ഉള്ളപ്പോൾ സ്ത്രീകളിൽ 45.4% സാക്ഷരതയുള്ളൂ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതകളിൽ ഒന്നാണ് ഇത്. അതിന് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ലിറ്ററസി ഉള്ളതാണത് ഈ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പൊതുവേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എപ്പോഴും ഫീമെയിൽ ലിറ്ററസിയേക്കാൾ കൂടുതലായിരിക്കും മെയിൽ ലിറ്ററസി. ഓക്കെ ആണല്ലോ, അതൊരു ആ ഡിസ്പാരിറ്റി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരണം ശ്രമിച്ചാലും ഈ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഈ ഒരു ഇക്വാളിറ്റി ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എങ്ങനെ പോയി കഴിഞ്ഞാലും മെയിൽ ലിറ്ററസിയാണ് ഫീമെയിലിനേക്കാളും മുകളിൽ നിൽക്കുന്നത്. അവരായിരിക്കും കുറച്ച് കൂടുതൽ എന്താണ്, എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, പൊതുവെ അങ്ങനെയാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പാരിറ്റി എന്താണ്, കുറയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ എന്തല്ല, സാധ്യമായ ഒന്നല്ല എന്നാണ് പറയുന്നത്. അതാണ് അടുത്തൊരു ചാലഞ്ച്. നെക്സ്റ്റ് ഒരു ചാലഞ്ചാണ് ഹയർ എഡ്യൂക്കേഷൻ എ ഫ്യൂ ടേക്കേഴ്സ്, ഉന്നത വിദ്യാഭ്യാസം കുറഞ്ഞ പങ്കാളിത്തം. അതായത് in India only small percent of students who completed schooling for and go for higher education. This has to be improved. ഉന്നത വിദ്യാഭ്യാസം വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ
വളരെ കൂടുതൽ പേരാരും ഒപ്റ്റ് ചെയ്യുന്നില്ല, തിരഞ്ഞെടുക്കുന്നില്ല. ഇന്ത്യയിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയവരിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നുള്ളൂ. അതായത് ഒരുപാട് പേര് പാസ്സാവുന്നുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് ശതമാനം, വളരെ കുറച്ച് ശതമാനം മാത്രമേ, ഫ്യൂ ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേയാണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുന്നത്. അതും അടുത്തൊരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ സെക്ടർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക് എന്തായിരുന്നു? റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അല്ലേ? വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചു, അവരുടെ പേര് പഠിച്ചു. അതുപോലെ എസ്സേ ടോപ്പിക് ആയിട്ടുള്ള വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ടോട്ടലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് മനുഷ്യ മൂലധനം എന്ന് പഠിച്ചു, എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, എന്താണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്ന് പഠിച്ചു. വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്തൊക്കെയാണ് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ? ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, മനുഷ്യ മൂലധനവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ മൂലധനവും മാനവിക വികസനവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.